മറ്റൊരു വിഷയം ഒരു ക്രിട്ടിക്കൽ കെയർ ഫിസിഷ്യൻ എന്ന രീതിയിൽ അഭിമുഖീകരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പല ബൈസ്റ്റാൻഡേഴ്സും പറയുകയല്ല, അവരുടെ ജെന്യുവനായിട്ടുള്ള ഫീലിംഗ് ആണ്. കാരണം അവരുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരനോ മറ്റും വളരെ ഗുരുതരാവസ്ഥയിലായിട്ട് ICUവിലാണ്. അവർക്കതിൻ്റെ മനോസംഘർഷമുണ്ട്, അവർക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വിവരങ്ങൾ അറിയാൻ പറ്റുന്നില്ല, ഇന്ന ഒരു സമയം മാത്രമാണ് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവർ നോക്കുമ്പോൾ ഈ പറഞ്ഞ അവരുടെ വേണ്ടപ്പെട്ടവർ പല വെന്റിലേറ്ററിലാണ് അല്ലെങ്കിൽ ഡയാലിസിസിലാണ്, കുറേ ട്യൂബുകൾ കാണും, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കരമായുള്ള മനോവിഷമം വരും. ഇതിനെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും, എങ്ങനെ ഇതിന് പരിഹാരം കാണാൻ പറ്റും? പണ്ടത്തെ ഒരു ICU എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ 4 ചുവരുകൾക്കുള്ളിൽ ഒരു നഴ്സിംഗ് കെയറിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ മോണിറ്ററിങ്ങിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ബൈസ്റ്റാൻഡേഴ്സിനെ പരിഗണിക്കുന്നേ ഇല്ല. നമ്മൾ രോഗിയെയാണ് കൂടുതലും കൺസിഡർ ചെയ്യുന്നത്. ബൈസ്റ്റാൻഡേഴ്സിൻ്റെ ഇമോഷൻസിനെ ആരും കൺസിഡർ ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ ഇത് സയൻസും മറ്റും ഇവോൾവ് ചെയ്ത് വരുന്ന, അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് ഇവോൾവ് ചെയ്ത് വരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമനൈസേഷൻ ഓഫ് ICU എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ICUവിനെ എങ്ങനെ, ഇതുവരെയുള്ള ICUകളെല്ലാം ഡീഹ്യൂമനൈസ്ഡ് ആണ്. അപ്പം എങ്ങനെ ICUകളെ നമുക്ക് ഹ്യൂമനൈസ്ഡ് ആക്കാം? ഹ്യൂമനൈസ്ഡ് എന്ന് വെച്ചാൽ അതിലുള്ള രോഗികളെയും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനെയും എങ്ങനെ മനുഷ്യരായി തന്നെ, അല്ലെങ്കിൽ അവരുടെ വികാരങ്ങൾ അവരോട് എമ്പതൈസ് ചെയ്ത് എങ്ങനെ നമുക്ക് പ്രവർത്തിക്കാം. അതിന് നിരവധി മെഷേഴ്സ് ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഒരു ലിബറലായിട്ടുള്ള വിസിറ്റിംഗ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ICUവിൽ തീർച്ചയായിട്ടും നമ്മൾ തീരെ ലിബറലായി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇൻഫെക്ഷൻസ് എല്ലാം ഈ രോഗികൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു അതിർവരമ്പ് വേണം. അതായത് റിലേറ്റീവ്സിന് ഇത്രയും ആങ്ഷ്യസ് ആവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ വേണ്ടപ്പെട്ടവരുടെ ആരോഗ്യസ്ഥിതി തന്നെയാണ്. അവർ വളരെ അതീവ ഗുരുതരാവസ്ഥയിലാണ്, വെന്റിലേറ്ററിലാണ്, എന്ത് സംഭവിക്കുന്നു അറിയില്ല. രാവിലെ ഒന്ന് കണ്ടതാണ്, പിന്നെ വൈകിട്ടേ കാണാൻ പറ്റും, വൈകിട്ടും മറ്റൊരാൾക്കേ കാണാൻ പറ്റൂ. അപ്പോൾ ഇത്രയും നേരം എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. ഇമ്പ്രൂവ് ചെയ്യുകയാണോ മോശമാവുകയാണോ എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് വേവലാതി ഉണ്ടാവും, സ്വാഭാവികം തന്നെ. അതിന് നമ്മൾ ചെയ്യുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വിസിറ്റിംഗ് പോളിസി കുറച്ചൊന്ന് ലിബറലാക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ 2 നേരം എന്നുള്ളത് ആർക്കെങ്കിലും അങ്ങനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കുറച്ച് നേരത്തേക്ക് കാണാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മറുവശം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇൻഫെക്ഷൻസ് കിട്ടുക എന്നുള്ളതാണ്. ഇത്രയും പേര് അല്ലെങ്കിൽ ഇത്രയും പ്രാവശ്യം ഒരു രോഗിയെ കാണാൻ ICUവിലേക്ക് ബൈസ്റ്റാൻഡേഴ്സ് വരുമ്പോൾ അവരുടെ ഇൻഫെക്ഷൻ അവർക്ക് എന്തെങ്കിലും റെസ്പിറേറ്ററി ഇൻഫെക്ഷനോ വൈറൽ ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും പരിഗണിച്ച് ഇതിൻ്റെ ഒരു ഉചിതമായൊരു വിസിറ്റിംഗ് പോളിസി എല്ലാ ICUകളും ഫ്രെയിം ചെയ്ത് വെക്കുക. പിന്നെ ഉള്ളൊരു ഘടകം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ, ഡോക്ടറും ബൈസ്റ്റാൻഡേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. കാരണം ഒരു ബൈസ്റ്റാൻഡർ എന്ന നിലയിൽ അവർക്ക് പല സംശയങ്ങളും ഉണ്ടാവും, പല കാര്യങ്ങൾക്കും വ്യക്തത വേണ്ടി വരും, പല ആശങ്കകളും ഉണ്ടാവും, പല വ്യാകുലതകളുണ്ടാവും. ഇതിനെല്ലാം ഒരു വ്യക്തമായ മറുപടി കൊടുക്കാൻ ഈ പറഞ്ഞ ചികിത്സിക്കുന്ന ടീമിന് കഴിയണം. ഒരു രോഗത്തിൻ്റെ പരിഹാരം എന്നതിലുപരി അവർക്കുള്ളൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ, ഒരു ട്രീറ്റ്മെൻറ്റിനേക്കാൾ ഉപരി ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതും ഈ ബൈസ്റ്റാൻഡേഴ്സിന് വളരെ അധികം ആശ്വാസമായിരിക്കും. മൂന്നാമത്തൊരു ഘടകം എന്ന് പറയുന്നത് ചികിത്സയുടെ ഭാഗമായി അവരെയും കൂടെ ഉൾപ്പെടുത്തുക എന്ന് വെച്ചാൽ അവരെ നേഴ്സിന് പകരമായി നിർത്താനോ അവരുടെ കൂടെ നിർത്താനോ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ചികിത്സയുടെ എല്ലാ ഘട്ടങ്ങളിലും എന്തൊക്കെയാണ് മാറ്റങ്ങൾ, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അവരെയും കൂടെ ഇൻവോൾവ് ചെയ്യിക്കുക. അങ്ങനെ വരുമ്പോഴേക്കും ഈ കിടക്കുന്ന രോഗിക്കും അവരുടെ വേണ്ടപ്പെട്ടവരെ കുറച്ചും കൂടെ കാണാൻ പറ്റുന്നു, കുറച്ചും കൂടെ ആശയവിനിമയം നടത്താൻ പറ്റുന്നു, സംസാരിക്കാൻ പറ്റുന്നു. അങ്ങനെ വരുമ്പം അവർക്കും അവരുടെയും റിക്കവറി ഭയങ്കര എളുപ്പത്തിലാകും. ഇല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ രോഗികൾ കാണുന്നത് ഈ ഡോക്ടർമാരെയും നഴ്സുമാരെയും മാത്രമായിരിക്കും. അവർക്ക് ഒരിക്കലും അവരുടെ വേണ്ടപ്പെട്ടവരെ വേണ്ട രീതിയിൽ കാണാൻ സാധിക്കുന്നില്ല. അത് അവരിലേക്ക് ഒരു ചെറിയൊരു ഡിപ്രഷനിലേക്ക് തള്ളിവിടും. ഇതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ, ഇതെല്ലാം ഒരു വിധത്തിൽ പരിഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ICUവിനെ ഒരു ഹ്യൂമനൈസ്ഡ് ICU ആയി കണക്കാക്കാവുന്നതാണ്.